ചെങ്ങന്നൂരിൽ കൊലപാതകം നടത്തി തന്റെ ജോലി സ്ഥലമായ സൗദിയിലേക്ക് കടന്ന പിടികിട്ടാപ്പുള്ളിയെ 31 വർഷത്തിന് ശേഷം പിടികൂടിയിരിക്കുകയാണ്. ചെറിയനാട് അരിയന്നൂർശ്ശേരി സ്വദേശി ജയപ്രകാശ് ആണ് അറസ്റ്റിലായത്. 57 വയസ്സാണ്. സംഭവം നടക്കുന്നത് 1994-ലാണ്. അന്ന് 71 വയസ്സുള്ള കുട്ടപ്പ പണിക്കർ എന്ന വയോധികനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാൾ പ്രതിയാകുന്നത്. വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന കുട്ടപ്പ പണിക്കരുമായി വാക്കുതർക്കം ഉണ്ടാവുകയും കനാലിനടുത്ത് വെച്ച് ജയപ്രകാശ് കല്ലുകൊണ്ടും കൈകൊണ്ടും ഇടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്ന കുട്ടപ്പ പണിക്കർ ഡിസംബർ 4-ന് മരിച്ചു. വീട്ടുകാരെ കുറിച്ച് മോശം പരാമർശം നടത്തിയതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. സംഭവത്തിന് ശേഷം ജയപ്രകാശ് ആദ്യം മുംബൈയിലേക്ക് കടന്നു. അവിടുന്ന് ജോലിസ്ഥലമായ സൗദിയിലേക്കും. 1997-ൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഇയാളെ പിടികൂടാനാകാതെ പോയതോടെ 99-ൽ പിടികിട്ടാപ്പുള്ളിയെ പ്രഖ്യാപിച്ചു. അതിനുശേഷം 28 വർഷം കേസ് വിചാരണ തടസ്സപ്പെട്ടിരുന്നു. ഇതിനിടെ ജയപ്രകാശിന്റെ അമ്മയും സഹോദരങ്ങളും കാഞ്ഞങ്ങാടേക്ക് താമസം മാറി. അതിനുശേഷം ജയപ്രകാശ് വിലാസം മാറി ചെന്നിത്തലയിൽ നിന്ന് വിവാഹം കഴിച്ചതായും അവിടെ സ്വന്തമായി വീട് വെച്ച് താമസിച്ചതായും അറിഞ്ഞു. കാഞ്ഞങ്ങാട് സ്വദേശി എന്ന പേരിലാണ് ജയപ്രകാശ് വിവാഹം കഴിച്ചത്. കൊലപാതകത്തിന് ശേഷം ഇയാൾ പാസ്പോർട്ടിലെ മേൽവിലാസം കാഞ്ഞങ്ങാട്ടെ വിലാസത്തിലേക്കും പിന്നീട് ചെന്നിത്തലയിലെ വിലാസത്തിലേക്കും മാറ്റിയിരുന്നു. നാട്ടുകാരുമായി അധിക ബന്ധം പുലർത്താതെ ജീവിച്ചു. ഓരോ വർഷവും അവധിക്ക് നാട്ടിലെത്തിയിരുന്നെങ്കിലും പിടിയിലായിരുന്നില്ല. കോവിഡ് സമയത്തും വിദേശത്തു നിന്ന് എത്തുന്നവരെ നിരീക്ഷിച്ചിട്ടും ഇയാളെ കണ്ടെത്താനായിരുന്നില്ല. രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക സംഘം നടത്തിയ നീക്കത്തിൽ ചെന്നിത്തലയിൽ വെച്ച് ജയപ്രകാശിനെ അറസ്റ്റ് ചെയ്തത്. ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പ്രതി പിടിയിലായതോടെ കൊലപാതക കേസ് പുനരന്വേഷിക്കുമെന്നാണ് പോലീസ് പറയുന്നത്.